ഞാനേ ഇവിടെ ഇങ്ങനെ തയ്ക്കുമ്പോഴുണ്ടല്ലോ, ഇപ്പൊ ഇച്ചിരി നൂലൊക്കെ കൂടിയപ്പോൾ നൂലൊക്കെ വലിച്ചു വാരി ഇട്ടേക്കും. അപ്പൊ ഈ നൂലൊക്കെ കുറച്ച് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൗച്ച് ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കാം. എനിക്കും അറിയില്ല. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരു പൗച്ച് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അത് വെച്ചൊന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാവേ. 30 സെന്റിമീറ്റർ നീളത്തിലും 30 സെന്റിമീറ്റർ വീതിയിലും ഒരു 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 2 പീസ് തുണി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു പീസിൽ ഞാൻ പേപ്പർ സ്റ്റിഫ്നെറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. കാരണം ഒന്ന് നല്ല ഇച്ചിരി ഒന്ന് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. വേണമെന്നുള്ളവർക്ക് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ടതാ കണ്ടോ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഒരു പീസിൽ മാത്രം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനിയിപ്പോ ഇതിനെ ഇങ്ങനെ അപ്പൊ 30 ഇഞ്ച് വീതി 30 ഇഞ്ച് നീളത്തില് 30 വിത്ത് 30 ലെങ്തില് നമ്മൾ 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തു. അതിന്റെ ഈ കോർണറിൽ ഒരു 10 ഇഞ്ച് നീളത്തിലും 10 ഇഞ്ച് വീതിയിലും 10 ഇഞ്ച് നീളത്തിലും സോറി ഇഞ്ചല്ല സെന്റിമീറ്റർ ആണ്, 10 സെന്റിമീറ്റർ നീളത്തിലും 10 സെന്റിമീറ്റർ വീതിയിലും ഇങ്ങനെ ഒരു അതേപോലെ ഒരു സ്ക്വയർ വരയ്ക്കണം. അങ്ങനെ 4 സൈഡും വരയ്ക്കണേ. ഇങ്ങനെ ഒരു സ്ക്വയർ 4 സൈഡും വരയ്ക്കണം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനെ ഇങ്ങനെ ഉള്ളതിനെ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ആദ്യം തയ്ക്കണം. അതേപോലെ ഈ സൈഡും തയ്ക്കണേ. തയ്ച്ചിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെയും അതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെയും അതുപോലെ സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡും അതുപോലെ. ഇനി ഇതിനകത്ത് നമ്മൾ ഇത് അടിച്ചതുപോലെ തന്നെ മറ്റേ പീസും അടിച്ചെടുക്കണം. 2 പീസ് ഉണ്ടല്ലോ, അതും അടിച്ചെടുക്കണം. എന്നിട്ട് അതിനെ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇറക്കി വെക്കണം. ഓക്കെ, ഇങ്ങനെ ഇറക്കി വെക്കണം. ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ലൂപ്പ് അടിച്ചെടുക്കണം. ഒരു ലൂപ്പ് ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് എടുത്ത് ഇങ്ങനെ 2ആയിട്ട് മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കി ലൂപ്പ് അടിച്ചെടുത്തിട്ട് അതിനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഉണ്ടല്ലോ, ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇച്ചിരി പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇച്ചിരി ഇങ്ങനെ പുറത്തോട്ട് അതിന്റെ തുമ്പ് ഇങ്ങനെ ഇച്ചിരി വെച്ചിട്ട് ഇതും കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഇവിടെ ഇങ്ങനെ നമ്മള് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്താലും നമുക്ക് തിരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ നമ്മൾ തിരിച്ചെടുക്കും. ഉണ്ടോ, ഇങ്ങനെ തിരിച്ച് എടുക്കുകയേ.
തിരിച്ചെടുക്കുക. നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇങ്ങനെ നൂലൊക്കെ ഇട്ട് നമ്മൾ ഇതേപോലെ പെന്നോ സ്റ്റിച്ച് ഓപ്പണറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കാതെ ഇത് ചെയ്ത് നോക്കിയാലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഓരോന്നും നമ്മുടെ സ്വന്തം കയ്യിൽ ഉണ്ടാക്കിയെടുക്കുന്ന നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ കഴിവുകളെ വെളിയിൽ കൊണ്ടുവരാനും പറ്റും. ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയം കളയാതെ ഇതേപോലെ ഓരോന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ബൈ.